ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സുജാത ജീവൻ ചെയ്ത പ്രവൃത്തിയോർത്ത് സങ്കടത്തോടെ ജീവന്റെ അരികിലേക്ക് എത്തി. ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണോ എന്നും നീ തന്നെയാണോ ഈ വിവാഹം മുടക്കിയതെന്നും ജ്യോത്സ്യരോട് പറഞ്ഞ് ഈ വിവാഹത്തിന് യാതൊരു പൊരുത്തവുമില്ല എന്ന് പറയാനായി ജ്യോത്സ്യരെ നിർബന്ധിച്ചതും നീയാണോ എന്ന് ജീവനോട് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ജീവൻ മറുപടിയൊന്നും പറയാതെ നിൽക്കുമ്പോൾ സുജാത അരികിലേക്ക് എത്തി ജീവനോട് സത്യം പറയാനായി ആവശ്യപ്പെട്ടു. അത് കേട്ടതും ജീവൻ അവസാനം സുജാതയോട് ആ സത്യം വെളിപ്പെടുത്തുന്നു. അതേമേ, ഞാൻ തന്നെയാണ് ജോൾസിന്റെ കയ്യിൽ പണം കൊടുത്ത് വിവാഹം മുടക്കാനായി പ്രേരിപ്പിച്ചതെന്ന് അറിയിച്ചു. അത് കേട്ടതോടെ സുജാത വല്ലാത്ത വിഷമത്തിലായി. അമ്മയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് അമ്മയെ ചവിട്ടിയരച്ചത്. അത് കേട്ടതോടെ സുജാതയുടെ മനസ്സ് തകരുന്നു. ആ നിമിഷം ഉടനെ ജീവനോട് എന്തിനാ നീ അങ്ങനെ ചെയ്തത് എന്ന് വിഷമത്തോടെ സുജാത അന്വേഷിച്ചു. അത് കേട്ട ഉടനെ തന്നെ ജ്യോതിയും ജീവന്റെ അരികിലേക്ക് എത്തി. ഏട്ടൻ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദ്യം ചെയ്യുന്നു. അത് കേട്ട ഉടനെ തന്നെ ജീവൻ പറഞ്ഞു, അമ്മേ, എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് നമ്മുടെ കുടുംബമാണ്. ഈ കുടുംബത്തോടുള്ള സ്നേഹമാണ് എനിക്ക് എന്തിനേക്കാളും വലുത്. എനിക്ക് വേണമെങ്കിൽ ഈ വിവാഹം നടത്തി സുഖമായി ജീവിക്കാമായിരുന്നു. പക്ഷെ അമ്മയുടെ സന്തോഷം നിലനിർത്തുന്നതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കടമ കൂടി ഉണ്ടായിരുന്നു അമ്മേ. അതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് ഇങ്ങനെ ഒരു കാരണമുണ്ടാക്കിയത് എന്ന് ജീവൻ അറിയിക്കുന്നു. എന്താണെന്ന സംശയത്തോടെ സുജാതയും മറ്റുള്ളവരും നോക്കുമ്പോൾ ഉടനെ തന്നെ ജീവൻ പറഞ്ഞു, അമ്മേ, എനിക്ക് എന്റെ അനുജത്തി വിവാഹപ്രായമായ ഒരു പെൺകുട്ടി ഒരു വീട്ടിലുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് അമ്മേ എന്റെ ജീവിതം മാത്രം നോക്കി പോകുന്നത്? എന്റെ പെങ്ങളുടെ വിവാഹം നടക്കാതെ അവൾക്കൊരു ജീവിതം ഉണ്ടാകാതെ ഞാൻ എങ്ങനെ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകും? അതുകൊണ്ട് തന്നെ ഇവളുടെ വിവാഹത്തിന് ശേഷം, ഇവൾക്ക് ഒരു ജീവിതം ഉണ്ടായതിനു ശേഷം അമ്മ പറയുന്ന ഏത് പെൺകുട്ടിയെ വേണമെങ്കിലും വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് സുജാതയോട് ജീവൻ അറിയിച്ചു. സുജാതയുടെ മുന്നിലുള്ള ജീവന്റെ ആ ഏറ്റുപറച്ചിൽ കേട്ടു നിൽക്കുന്ന അവിടുത്തെ ജോലിക്കാരൻ ശരവണൻ മനസ്സിൽ പറഞ്ഞു, എന്തൊരു അഭിനയമാടായത്, നിനക്ക് തന്നെയാണ് നാഷണൽ അവാർഡ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് അന്ന ജീവൻ ഞാൻ എന്ന് പറഞ്ഞ് സംസാരിക്കാനായി മുന്നിലേക്ക് വരുമ്പോഴേക്കും ജീവൻ അന്നയെ തടയുന്നു. വേണ്ട അന്ന, നീ ചെയ്തതിന് ഞാൻ ഒരിക്കലും നിന്നെ കുറ്റം പറയില്ല. നീ ചെയ്ത പ്രവൃത്തിയിൽ ഒരിക്കലും എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല എന്ന് അന്നയോടും ജീവൻ അറിയിച്ചു. അതെല്ലാം കേട്ടതിന് ശേഷം സുജാതയുടെ കണ്ണുകൾ നിറയുന്നു. സുജാത വേഗം തന്നെ ജീവന്റെ അരികിലേക്ക് എത്തി ജീവനെ ചേർത്ത് പിടിച്ച് ജ്യോതിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉടനെ സുജാത പറഞ്ഞു, മോളെ, നിനക്ക് ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടിയല്ലോ, അത് നിന്റെ മഹാഭാഗ്യമാണ് മോളെ. ഇതുപോലൊരു ഏട്ടൻ നിനക്കുള്ളത് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ജ്യോതിയോട് സുജാത അങ്ങനെ തന്റെ മനസ്സ് നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. ജ്യോതി ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ജീവന്റെ അരികിലേക്ക് ചെന്നതും ജീവൻ ജ്യോതിയെ ചേർത്ത് പിടിച്ചു. അതേ മോളെ, നിന്റെ ജീവിതം കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റെന്തുമുള്ളൂ എന്ന് ജീവൻ ജ്യോതിയോടും പറയുന്നു. ഈ സമയത്ത് സുജാതയും ജ്യോതിയും വളരെ സന്തോഷത്തോടെ ജീവന്റെ ഇരു കൈകളിലും ചേർന്ന് ആ നെഞ്ചിലേക്ക് അങ്ങനെ ചേർന്ന് അമ്മയും മോളും അങ്ങനെ നിൽക്കുമ്പോൾ ജീവൻ തന്റെ ഈ വിജയം, താൻ കാണിച്ച ഈ അഭിനയം, അത് കൃത്യമായി തന്നെ തന്റെ അമ്മയുടെയും പെങ്ങളുടെയും മുന്നിൽ അത് ഫലവത്തായി എന്ന അഹങ്കാരത്തോടെ അന്നയെ നോക്കി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ അന്നയെ ഒന്ന് നോക്കുന്നു. അന്ന ആ നോട്ടത്തിൽ നിന്ന് ജീവന് തന്നോടുള്ള പക എന്താകുമെന്ന് മനസ്സിലാക്കി അന്ന അവിടെ നിന്ന് മടങ്ങുന്നു. അതിനുശേഷം നിത്യമായിട്ടുള്ള വിമലിന്റെ വിവാഹത്തിന് വേണ്ടി ജാതകപ്പൊരുത്തം നോക്കുന്നതിനായി ജ്യോത്സ്യനെ വീട്ടിലേക്ക് വരുത്തുന്നു. ഒപ്പം നളിനിയും അവിടേക്ക് എത്തിച്ചേരുന്നു. നളിനി സദാനന്ദനോട് പറഞ്ഞു, ഈ നാട്ടിലെ ഏറ്റവും നല്ല പൊരുത്തം നോക്കുന്നതും അതുപോലെ തന്നെ മുഹൂർത്തം കുറിക്കുന്നതുമായിട്ടുള്ള ഏറ്റവും നല്ല ജ്യോത്സ്യനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് നിത്യയുടെയും വിമലിന്റെയും ജാതകങ്ങൾ തമ്മിൽ പരിശോധിപ്പിക്കണം. ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തം നോക്കി അദ്ദേഹം പറഞ്ഞു, 4 പൊരുത്തം മാത്രമേ ഉള്ളൂ, 4 പൊരുത്തം വെച്ച് വിവാഹം നടത്തിയാൽ എന്ന് അദ്ദേഹം അത് പറയുമ്പോഴേക്കും അത് മുഴുവിപ്പിക്കുന്നതിന് മുൻപ് തന്നെ നളിനി ഇടയിൽ കയറുന്നു. വേണ്ട ജ്യോത്സ്യരെ, ഇനി ഈ പ്രശ്നത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ജ്യോത്സ്യന്റെ ഭാഗത്തൊന്നും വേണ്ട. ഇത് ഒരു നാട്ടുനടപ്പ് പോലെ ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ജ്യോത്സ്യൻ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ജ്യോത്സ്യരോട് എഴുന്നേൽക്കാനായി അറിയിക്കുന്നു. ഈ സമയത്ത് സദാനന്ദൻ ഉടനെ തന്നെ നളിനിയോട് പറഞ്ഞു, നളിനി, അല്ല 4 പൊരുത്തം ഉള്ളെങ്കിൽ എന്ന് ചോദിച്ചതും നളിനി പറഞ്ഞു, ഇനി എത്ര പൊരുത്തം ഇല്ലെന്ന് പറഞ്ഞാൽ തന്നെ ഈ വിവാഹം നടത്തും. മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ്. മനസ്സുകൾ നല്ലതാണെങ്കിൽ, പരസ്പര സ്നേഹമുണ്ടായാൽ പിന്നെ അവിടെ മറ്റു പൊരുത്തത്തിന്റെ ഒന്നും പ്രത്യേക ആവശ്യമില്ല എന്ന് നളിനി പറയുന്നു. അങ്ങനെ ജ്യോത്സ്യരുടെ വേഗം വരാനായി പറഞ്ഞുകൊണ്ട് ജ്യോത്സ്യനെ വിളിച്ച് അവിടെ നിന്ന് നളിനി ഇറങ്ങുന്നു. ഈ സമയത്ത് വിമലൻ കൂടെ പോകാൻ ഒരുങ്ങുമ്പോൾ വിമലിനോട് നളിനി അവിടെ നിന്നോളാനും, നീ എങ്ങോട്ടായി വരുന്നത്, ഇവിടെ മര്യാദയ്ക്ക് നിന്നോടാ എന്ന് പറഞ്ഞ് നളിനി നിർബന്ധപൂർവ്വം വിമലിനെ അവിടെ പിടിച്ചു
നിർത്തുന്നു. അതിനുശേഷം നളിനി ആ ജ്യോത്സ്യനുമായി അവിടെ നിന്ന് മടങ്ങുന്നു. ഈ സമയത്ത് ആകെ വിഷമത്തോടെ നിത്യ അച്ഛന്റെ അരികിലേക്ക് എത്തി. അച്ഛന്റെ അരികിൽ വന്ന് നിത്യ ആകെ വിഷമത്തോടെ ഇരിക്കുമ്പോ സദാനന്ദൻ പറഞ്ഞു, മോളെ, ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും അച്ഛൻ ഇല്ലാതായല്ലോ എന്ന സദാനന്ദൻ വിഷമത്തോടെ പറയുമ്പോ അത് കേട്ട് നിത്യ പറഞ്ഞു, അച്ഛ, അറവുമാടുകൾക്ക് കഴുത്ത് നീട്ടി കൊടുക്കാൻ മാത്രമല്ലേ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് നിത്യ സങ്കടത്തോടെ അകത്തേക്ക് പോകുന്നു. നിത്യയുടെ ആ സങ്കടം കണ്ട് അച്ഛനും ആകെ വിഷമത്തിലാവുന്നു. ഈ സമയത്ത് ഹരി വീണയുമായി തിരികെ വീട്ടിലേക്ക് എത്തി. വീണ രാമകൃഷ്ണനോട് ദേഷ്യപ്പെടുന്നു. എന്നെ എന്തിനാ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഇരുന്ന രാമകൃഷ്ണന്റെ അമ്മ പറഞ്ഞു, ഇത്രയും പ്രായത്തിനിടെ പല പെൺകുട്ടികളും പല ആൺകുട്ടികളും ഈ തറവാട്ടിൽ വളർന്ന് വലുതായത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരെണ്ണത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് എന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് ഉടനെ വീണ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, നിങ്ങളുടെ പണ്ടത്തെ കാലത്തെ കാര്യങ്ങളൊന്നും ഈ കാലത്ത് ഇവിടെ നടപ്പിലാക്കാനൊന്നും ആരും ശ്രമിക്കണ്ട. അല്ല, ഇപ്പൊ ഈ വലിയ സംസാരമൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ സംസാരിച്ച ഇയാൾക്ക് ഇത്രയും ആ പ്രായത്തിൽ സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കാനുള്ള എന്തെങ്കിലും അവകാശമോ അധികാരമോ ഉണ്ടായിരുന്നോ എന്നൊക്കെ വീണ അച്ചമ്മയോട് കയർത്തുകൊണ്ട് ചോദിക്കുന്നു. അച്ചമ്മയോടുള്ള വീണയുടെ ചോദ്യം കേട്ട് ഉടനെ അച്ചമ്മ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോ വീണയുടെ അച്ഛൻ പറഞ്ഞു, അതെ, ഇന്നത്തെ കാലത്തുള്ള പെൺകുട്ടികൾക്ക് അഹങ്കാരവും സ്വാതന്ത്ര്യവും കൂടുതലാണ് എന്ന രീതിയിൽ അച്ഛൻ നോക്കുമ്പോ വീണ പറഞ്ഞു, പണ്ടത്തെ കാലത്തുള്ളവർക്ക് സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒന്നും നേടിക്കൊടുക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. സ്വന്തം ജീവിതത്തെക്കുറിച്ചും തന്റെ ജീവിതത്തിലേക്ക് ആര് കടന്നു വരണമെന്നും തന്റെ ജീവിതത്തിൽ തനിക്കൊപ്പം ഉണ്ടാകേണ്ട ആളെ കുറിച്ചുമൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടും ധാരണയും ഉള്ളവരാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ എന്ന് വീണ അറിയിച്ചു. ഇത് കേട്ട ഉടനെ രാമകൃഷ്ണൻ പറഞ്ഞു, നിനക്ക് നിന്റെ ജീവിതം തെരഞ്ഞെടുക്കുന്നതിന് ഇവിടെ ആരും തടസ്സം നിൽക്കുന്നില്ല. നിന്റെ കൂടെ ആര് വേണമെന്ന്, നീ ആർക്കൊപ്പം ജീവിക്കണമെന്നും നിനക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷെ ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയുവാനുള്ളൂ. നീ ഇത്രയും നാളും നീ സ്വന്തമായി എടുത്ത തീരുമാനങ്ങളും നീ നടപ്പിലാക്കിയ കാര്യങ്ങളും ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കി. ഏതെങ്കിലും നേർവഴിക്കുള്ളതായിരുന്നോ എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കുവാനായി രാമകൃഷ്ണൻ വീണയോട് പറയുന്നു. നീ ഇന്നേ വരെ ചെയ്തത് ഏതെങ്കിലും നേർവഴിക്കുള്ള കാര്യങ്ങളാണോ എന്ന ചോദ്യത്തിന് മറുപടിയൊന്നും പറയാനില്ലാതായ വീണ ആകെ തലകുമ്പിട്ട് അങ്ങനെ നിന്നു. ഈ സമയത്ത് രാമകൃഷ്ണൻ പറഞ്ഞു, ഇനി ഒരു കാര്യം കൂടി നിന്നോട് ഞാൻ പറയാം. നീ ഇപ്പോൾ പറഞ്ഞല്ലോ, നിന്റെ ഇഷ്ടത്തിന് നിന്നില്ല എങ്കിൽ നീ ഇനിയും ഈ വീട്ടിൽ നിന്ന് ഇതുപോലെ ഇറങ്ങിപ്പോകുമെന്ന്. എന്നാൽ നീ ഒന്ന് ഓർത്തോ, ഇനിയും നീ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നിന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാനോ നിന്നെ അന്വേഷിച്ച് പിന്നാലെ വരാനോ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അതിന് എനിക്കിനി ഒട്ടും താല്പര്യവുമില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അതോടെ എന്റെ മനസ്സിൽ നിന്നും എന്റെ സ്വത്തിൽ നിന്നുമുള്ള നിന്റെ അവകാശം എന്നേക്കുമായി ഇല്ലാതാകും. എന്റെ സ്വത്തിലോ എന്റെ ജീവിതത്തിലോ ഒരിക്കലും പിന്നെ നിനക്ക് സ്ഥാനമുണ്ടായെന്ന് വരില്ല. ഒരു അണ പൈസ പോലും നിനക്ക് എന്റെ സ്വത്തിൽ നിന്ന് കിട്ടാനും പോകുന്നില്ല. എന്റെ സ്നേഹവും സ്വത്തുമെല്ലാം പിന്നെ ഹരിക്ക് മാത്രം സ്വന്തമായിരിക്കും. അവൻ ഞങ്ങളെ നോക്കും, എനിക്കത് ഉറപ്പാണ്. അവൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്നും തുണയായിട്ട് ഇവിടെ ഉണ്ടാവുകയും ചെയ്യും എന്ന് രാമകൃഷ്ണൻ വീണയോട് അറിയിച്ചു. ആ വാക്കുകൾ കേട്ട് വീണ കലിയോടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് വീണ കലിച്ചു തുള്ളി നിൽക്കുന്നത് കണ്ട് രാമകൃഷ്ണൻ പറഞ്ഞു, നിനക്ക് ഇവിടെ നിന്ന് പോകണമെന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോയിക്കോണം എന്ന് ആ വാക്ക് കേട്ടതും വീണ ദേഷ്യത്തോടെ റൂമിലേക്ക് കയറി പോകുന്നു. വീട്ടിനുള്ളിലേക്ക് വീണ പോകുന്നത് കണ്ട് അച്ഛമ്മ രാമകൃഷ്ണനോട് പറഞ്ഞു, എടാ, നന്നായി നീ അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടും നന്നായി. അല്ലെങ്കിലും അവൾക്കൊരു ഇത്തിരി അഹങ്കാരം കൂടുതലുണ്ട് എന്ന് അച്ഛമ്മയും അഭിപ്രായം പറഞ്ഞു. ഈ സമയത്ത് സദാനന്ദന്റെ വീട്ടിലേക്ക് ഒരു കാറ് വരുന്നു. കാറിൽ നിന്ന് ശരവണൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ സുജാതയും പുറത്തിറങ്ങുന്നു. സുജാത പുറത്തേക്ക് ഇറങ്ങിയതും ശരവണനോട് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും ശരവണനോട് സുജാത പറഞ്ഞു, തൽക്കാലം ശരവണൻ ഇവിടെ നിന്നാൽ മതി, ഞാൻ തനിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് സുജാത വീടിനകത്തേക്ക് കയറുന്നു. അപ്പോഴാണ് സദാനന്ദൻ സിറ്റൗട്ടിൽ തന്നെ സുജാത വരുന്നത് കണ്ട് എന്താ ഈ വഴിക്കൊക്കെ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും സുജാത സദാനന്ദനോട് പറഞ്ഞു, ഞാൻ അകത്തിരുന്ന് സംസാരിച്ചോട്ടെ, എനിക്ക് ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടതോടെ സദാനന്ദൻ അകത്തേക്ക് വരാനായി പറയുന്നു. ഉടനെ സുജാത അകത്തേക്ക് കയറി ചെന്നതും പിന്നാലെ നിത്യയെ സദാനന്ദൻ വിളിച്ചു. നിത്യ വാതിക്കലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ സുജാത വന്നത് കണ്ട് ആകെ നിരാശയോടെ നിത്യ നോക്കി. ഉടനെ തന്നെ നിത്യയുടെ അരികിലേക്ക് വളരെ സന്തോഷത്തോടെ സുജാത എത്തി. സുജാത നിത്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം സുജാതയും നിത്യയെ കൂട്ടിക്കൊണ്ട് ആ സിറ്റ് ഔട്ടിലേക്ക് എത്തുന്നു. അതിനുശേഷം ചെയറിലേക്ക് സുജാതയും നിത്യ എത്തിയതിനു ശേഷം മോളിരിക്കുന്ന പറഞ്ഞിട്ട് സുജാതയും അവിടെ ഇരുന്നു. എന്താ കാര്യം എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് സദാനന്ദൻ അന്വേഷിച്ചപ്പോഴേക്കും നിത്യയെ നോക്കിയിട്ട് സുജാത പറഞ്ഞു, കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കുട്ടികളുടെ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് ആദ്യം തന്നെ എനിക്ക് ഒരു ക്ഷമ പറയുവാനുണ്ട്. അന്ന് ജ്യോത്സ്യം പറഞ്ഞതിൽ ഒരു അബദ്ധം പറ്റിയതായിരുന്നു ജ്യോത്സ്യർക്ക്. ഇന്ന് ജ്യോത്സ്യർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
അന്ന് അബദ്ധം പറ്റിയതാണെന്നും കുട്ടികളുടെ നാളുകൾ തമ്മിൽ പൊരുത്തക്കേടില്ല എന്നും അതുകൊണ്ട് തന്നെ ആ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം ഇവിടേക്ക് പോരുകയാണ് ഉണ്ടായത്. എനിക്ക് ആ സന്തോഷ വാർത്ത ഇവിടെ വന്ന് അറിയിക്കണമെന്ന് തോന്നി. കുട്ടിയുടെ ഗ്രഹനില ഒന്നുകൂടി വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. ഇനി നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി നമുക്ക് പൊരുത്തം നോക്കി മുഹൂർത്തം നിശ്ചയിക്കാം. അത് കേട്ട ഉടനെ തന്നെ ആകെ വിഷമത്തോടെ സദാനന്ദൻ പറഞ്ഞു, ഇനി അത് നടക്കില്ല. അപ്പോഴേക്കും നിത്യയും അറിയിച്ചു, അതെ അമ്മേ, ഇനി അത് നടക്കില്ല, അതിന്റെ ആവശ്യമില്ല. അത് കേട്ടതോടെ സുജാത നിരാശയോട് ചോദിച്ചു, എന്താ മോളെ, മോളെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ഉടനെ തന്നെ നിത്യ പറഞ്ഞു, എന്റെ വിവാഹം നിശ്ചയിച്ചു അമ്മേ. ആ വാർത്ത കേട്ടതും സുജാത ഞെട്ടി. ഇത്ര പെട്ടെന്നോ എന്ന് ചോദിച്ചതും സദാനന്ദൻ പറഞ്ഞു, അതെ, പെട്ടെന്ന് ആകേണ്ടി വന്നു. ഉടനെ സദാനന്ദന്റെ ആ വാക്കുകൾ കേട്ടതോടെ സുജാത ആശങ്കയോടെ നിത്യയോട് ചോദിച്ചു, ആരാ ആള് എന്ന് ചോദിച്ച ഉടനെ തന്നെ സദാനന്ദൻ പറഞ്ഞു, അത് നളിനിയുടെ മകനാണ് വിമൽ. അത് കേട്ട ഉടനെ സുജാതയ്ക്ക് അതിലെന്തോ ചതിയുണ്ടെന്ന് മനസ്സിലാവുന്നു. ഈ സമയത്ത് വാതുക്കൽ നിന്ന് ശരവണന്റെ അരികിലേക്ക് എത്തിയ വിമല് ശരവണനോട് തന്റെ വിവാഹവും നിത്യവുമായി നിശ്ചയിച്ചുവെന്ന് അറിയിച്ചു. അത് കേട്ട് വിശ്വസിക്കാതെ ശരവണൻ പറഞ്ഞു, പിന്നെ നീയുമായിട്ടാണോടാ വിവാഹം നിശ്ചയിക്കുന്നതെന്ന് ശരവണന്റെ ചോദ്യം കേട്ട് വിമൽ പറഞ്ഞു, അതെന്താ, എന്റെ വിവാഹം നിശ്ചയിച്ചൂടെ, അതും നിത്യയുമായിട്ട്? എന്റെ അമ്മ ഇപ്പൊ ഇങ്ങനെ വരും, അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞതും നിന്നെ പോലെ ഒരുത്തനെ ആരാടാ വിവാഹം ചെയ്യുന്നത് എന്ന് ശരവണൻ കളിയാക്കി. ഉടനെ തന്നെ വിമല് പറഞ്ഞു, അതെ, എന്റെ അമ്മയ്ക്ക് അമ്മാവൻ കുറച്ച് പണം കൊടുക്കാനുണ്ട്. ആ പണത്തിന്റെ കാര്യം അമ്മ ചോദിച്ചു. അങ്ങനെ അവസാനം പണം തിരിച്ചു തരാൻ കഴിയാത്തത് കൊണ്ട് നിത്യമായിട്ടുള്ള വിവാഹത്തിന് അവർ സമ്മതിച്ചു. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഈ വിവാഹം മുടങ്ങില്ല എന്ന് പറയുമ്പോൾ ശരവണൻ പറഞ്ഞു, എന്നാലേ ജീവൻ സാറുമായിട്ടുള്ള വിവാഹത്തിന് മുഹൂർത്തം നിശ്ചയിക്കാനാണ് ഇപ്പോൾ സുജാത മേഡം വന്നിരിക്കുന്നതെന്ന് വിമലിനോട് ശരവണനും പറയുന്നു. അത് കേട്ടതോടെ വിമൽ പറഞ്ഞു, ഒരിക്കലും ഇത് നടക്കില്ല. ഞാനും നിത്യമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. അമ്മ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ജ്യോത്സ്യനെ പറഞ്ഞു വിടാനായി പോയ നളിനി വേഗം ഓടിയെത്തി. എന്താടാ പ്രശ്നം എന്ന് വന്ന് അന്വേഷിച്ചതും നളിനിയോട് വിമൽ പറഞ്ഞു, അമ്മേ, ദാ ആ സ്ത്രീ വീണ്ടും വന്നിട്ടുണ്ട്. അവര് വിവാഹം ഉറപ്പിക്കാനാണെന്ന് പറഞ്ഞ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതും, ആഹാ, അവർ അത്രയ്ക്കായോ, ഇപ്പോ അവർക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ നളിനി അകത്തേക്ക് കയറി ചെല്ലുന്നു. ഈ സമയത്ത് സദാനന്ദനും നിത്യയും സുജാതയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തേക്ക് കയറി വന്ന നളിനി ദേഷ്യത്തോടെ അവിടെ കണ്ട ആ ടീപ്പോയിലേക്ക് ചവിട്ടുന്നു. ആ ടീപ്പോ ചവിട്ടി താഴെയിട്ട് കഴിയുമ്പോഴേക്കും ഞെട്ടലോടെ സദാനന്ദൻ ചാടി എഴുന്നേറ്റ്, എന്താ നളിനി കാണിക്കുന്നത് എന്ന് ദേഷ്യപ്പെട്ടു. ഏട്ടനൊന്നും മിണ്ടണ്ട, ഇവരോട് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ. പശു ചത്തു, മോരിലെ പുളിയും തീർന്നു, എന്നിട്ടാണോ ഇവരിപ്പോ വീണ്ടും വന്നിരിക്കുന്നത്? ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ചോദിച്ച് സുജാതയോട് ദേഷ്യപ്പെട്ടു. സുജാത പറഞ്ഞു, ഞാൻ എന്റെ മകനുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കാൻ വന്നതാണ് എന്ന് അറിയിച്ചതും ഉടനെ നളിനി പറഞ്ഞു, അതിനെ ഇവിടെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു, എന്റെ മകനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു. ഇനി മേലാൽ നിങ്ങളെ ഈ വഴിക്ക് കണ്ടുപോലെ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞ് സുജാതയുടെ നേരെ ദേഷ്യപ്പെടുന്നു. ഉടനെ നളിനിയുടെ ആ വാക്കുകൾ കേട്ട് നളിനി ഒട്ടും മര്യാദയില്ലാതെ സുജാതയോട് സംസാരിക്കുന്നു. ഇത് കണ്ട ഉടനെ സദാനന്ദൻ നളിനിയോട് പറഞ്ഞു, നളിനി, നീ മര്യാദക്കിരിക്കുന്നുണ്ടോ? വെറുതെ ഇങ്ങനെ അവരെ ആക്ഷേപിക്കാതെ എന്ന് പറഞ്ഞതും ഉടനെ സുജാത പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. നിത്യയുടെ ദയനീയമായ നോട്ടം കണ്ട് സുജാത ബഹളം വെക്കണ്ടെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ തടിച്ചുകൂടിയ ആളുകളെ കണ്ടുകൊണ്ട് നളിനി അവിടേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് അവിടെയുള്ള അയൽവാസികളുടെ വിളിച്ച് ആ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ? ഉണ്ടെങ്കിലേ അവരുടെ ഗ്രഹനില ഇവർക്ക് കൊടുത്തു വിട്ടേക്ക്. ഇവര് നാളെ നോക്കിയിട്ട് പറയും അത് ചേരില്ല എന്ന്. എന്നിട്ട് പിറ്റേ ദിവസം ആ ചേർച്ചയില്ലാത്ത ജാതകം അതൊന്നും കുഴപ്പമില്ലാതെ ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വരും എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് നളിനി സംസാരിച്ചു. അത് കേട്ടതോടെ സദാനന്ദൻ പറഞ്ഞു, മതി നളിനി, ഇനി നീ ഇങ്ങനെ ഇവരെ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞതും ഉടനെ നളിനി അറിയിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവരോട് വേഗം പോകാൻ പറയട്ടാ, ഇല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും കടുങ്കൈ ചെയ്യും. ഇവര് വീണ്ടും ഇവിടെ നിൽക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് നളിനി ബഹളം വെച്ചു. ഉടനെ പുറത്തിറങ്ങിയ സുജാത നളിനിയെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങള് ഇങ്ങനെ ഇത്രയേറെ തിടുക്കം കാട്ടുന്ന കാണുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈ വിവാഹത്തിന് തിടുക്കം കാട്ടുന്നത് ഇതിലെന്തോ ചതി ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അതെനിക്ക് മനസ്സിലായി. ഞാൻ എത്ര ചോദിച്ചിട്ടും എന്ത് കാരണം കൊണ്ടാണ് ഈ വിവാഹത്തിന് ഇവർ സമ്മതിച്ചെന്ന് മാത്രം ഈ അച്ഛനും മോളും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് സുജാത അറിയിച്ചു. അത് കേട്ടതോടെ നളിനി പറഞ്ഞു, ഇനി നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾ വേഗം പോകാൻ നോക്കൂ എന്ന് പറഞ്ഞ് നളിനി അങ്ങനെ നിൽക്കുമ്പോഴേക്കും സുജാത നളിനിയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഞാൻ പോകാമെന്നുണ്ടെങ്കിൽ നിത്യമോള് എന്നോട് പറയണം ഇവിടെ നിന്ന് പോകാൻ എന്ന് പറഞ്ഞതും നിത്യ ആകെ വിഷമത്തിലായി. നിത്യ സങ്കടത്തോടെ വേഗം സുജാതയുടെ അരികിലേക്ക് എത്തി. സുജാത തന്റെ അരികിലേക്ക് വരുന്ന നിത്യയെ നോക്കി വളരെ സന്തോഷത്തോടെ നോക്കുമ്പോൾ സുജാതയുടെ അരികിലേക്ക് ഓടിയെത്തിയ നിത്യ ആ സുജാതയുടെ രണ്ട് കൈകളിലും കടന്നു പിടിച്ച് ആ കൈകൾ തന്റെ അരികിലേക്ക് ചേർത്തുകൊണ്ട് നിത്യ വിഷമത്തോടെ പറഞ്ഞു, അമ്മ ഇവിടെ നിന്ന് പൊയ്ക്കോ,
ഇനി ഇവിടെ നിൽക്കണ്ട. അത് കേട്ടതും സുജാത ആകെ വിഷമത്തിലായി. എന്റെ വിധിയാണമ്മേ ഇതെല്ലാം എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് അകത്തേക്ക് നിത്യ ഓടിപ്പോകുന്നു. ആ കാഴ്ച കണ്ട സുജാത ഉടനെ നളിനിയെ നോക്കിയതും നളിനി പറഞ്ഞു, കേട്ടില്ലേ അവൾ പറഞ്ഞത്, ഇവിടെ നിന്ന് പോയിക്കോളാൻ. ഇനിയും നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ച് സുജാതയോട് നളിനി ദേഷ്യപ്പെട്ടു. ഉടനെ തന്നെ സുജാത പറഞ്ഞു, അതെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം എന്ത് തീരുമാനിക്കുന്നോ അത് നടപ്പിലാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് ആര് എന്തൊക്കെ ചെയ്താലും എന്ത് ചതി കാണിച്ചാലും ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സുജാത ഇറങ്ങുന്നു. സുജാത പോയി കഴിയുമ്പോഴേക്കും നളിനി വളരെ അഹങ്കാരത്തോടെ നോക്കുന്നു. ഈ സമയത്ത് ആകെ വിഷമത്തോടെ തിരികെ വീട്ടിലേക്ക് വന്നു കയറിയ സുജാതയുടെ അരികിലെത്തി ജ്യോതി കാര്യം അന്വേഷിച്ചു. സുജാത ജ്യോതിയോട് ദേഷ്യപ്പെട്ടു. തൽക്കാലം നീ എന്റെ പിന്നാലെ നിൽക്കാതെ അപ്പുറത്തെങ്ങാനും പോയിരിക്കെ, എനിക്ക് കുറച്ചു നേരത്തേക്ക് തനിച്ചിരിക്കണമെന്ന് പറഞ്ഞ് സുജാത സങ്കടപ്പെട്ടു. ഉടനെ ജ്യോതി ചോദിച്ചു, അമ്മേ, ഞാൻ ഇന്ന് അമ്മയുടെ പോക്ക് കണ്ടപ്പോ വിചാരിച്ചു ഇന്ന് തന്നെ ആ കുട്ടിയെ അമ്മ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന്. അല്ല, എന്തു പറ്റി, പോയിട്ട് വിവാഹം നിശ്ചയിച്ചില്ലേ എന്ന് ചോദിച്ചതും ആകെ വിഷമത്തിലായി സുജാത. വിവാഹമൊക്കെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞ് സങ്കടത്തോടെ സുജാത ഇരിക്കുന്നു. അപ്പോഴേക്കും നിത്യ വേഗം തന്നെ ജീവന്റെ അരികിലേക്ക് ചെന്നു. ജീവൻ എവിടേക്കോ പോകാനുള്ള തയ്യാറെടുപ്പിലായതുകൊണ്ട് ജീവൻ അരികിലെത്തി ജ്യോതി പറഞ്ഞു, ഏട്ടാ, അമ്മയാകെ വിഷമത്തിലാണ്, അമ്മയോട് ചെന്ന് ചോദിച്ചേ എന്താ കാര്യമെന്ന്. അപ്പോഴേക്കും ജീവൻ ജ്യോതിയോട് പറഞ്ഞു, മോളെ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ, അമ്മ ദേഷ്യത്തിലിരിക്കുകയാണെങ്കിൽ അമ്മയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുതെന്ന്. പിന്നീട് അമ്മയുടെ ആ ദേഷ്യമൊക്കെ മാറി ശാന്തിയായി കഴിയുമ്പോൾ അമ്മ തന്നെ വന്ന് നമ്മളോട് ആ കാര്യം പറയും എന്താണെന്ന് എന്ന് ജ്യോതിയോട് പറയുന്നു. അത് കേട്ടതും ജ്യോതി പറഞ്ഞു, ഏട്ടാ, അമ്മ ഇങ്ങനെ ടെൻഷനിലിരിക്കുമ്പോൾ ഏട്ടനൊന്നും ചോദിക്കാനില്ലേ എന്ന് ചോദിച്ചതും ഉടനെ ജീവൻ പറഞ്ഞു, മോളെ, നിന്നേക്കാൾ മുമ്പേ അമ്മയെ കണ്ടതാണ് ഞാൻ, അമ്മയുടെ സ്വഭാവം എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ വേഗം താഴേക്ക് ചെല്ലുന്നു. താഴെ സെറ്റിയിലാകെ വിഷമിച്ചിരിക്കുന്ന സുജാതയുടെ അരികിലേക്ക് എത്തി ജീവൻ പറഞ്ഞു, അമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചതും ശരി മോനെ എന്ന് സുജാത സമ്മതിച്ചു. അങ്ങനെ വേഗം തന്റെ ബുള്ളറ്റ് എടുത്ത് അവിടെ നിന്ന് ജീവൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും ജ്യോതി പിന്നാലെ എത്തി. ഏട്ടാ, ഏട്ടൻ ഈ സമയത്ത് അമ്മ ഇത്രയേറെ വിഷമിച്ചിരിക്കുമ്പോ അതൊന്നും അന്വേഷിക്കാതെ ഏട്ടൻ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇത്ര തിരക്ക് ഏട്ടൻ എവിടെ പോകാനാണ് എന്ന് ജ്യോതി ചോദിച്ചു. അപ്പോഴും ജ്യോതിയുടെ മറുപടി ഒന്നും പറയാതെ തന്റെ ബുള്ളറ്റും എടുത്തുകൊണ്ട് ജീവൻ അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് അത് കണ്ടു നിന്ന ശരവൺ ആകെ സങ്കടത്തോടെ നിൽക്കുന്നത് കണ്ട് ശരവണിനോട് ജ്യോതി ചോദിച്ചു, അല്ല ശരവണ, എന്താ അവിടെ ചെന്നിട്ട് സംഭവിച്ചത്? ഉടനെ ശരവണൻ പറഞ്ഞു, മോളെ, അവിടെ നടന്നതൊക്കെ വലിയ കഥയാണ്, ഞാൻ മോളോട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ശരവണൻ ജ്യോതിയെ കൂട്ടുന്നു. ജ്യോതിയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം കേട്ടതിന് ശേഷം വിഷമത്തോടെ ജ്യോതി സുജാതയുടെ അരികിലേക്ക് ചെല്ലുന്നു. സുജാതയുടെ സങ്കടത്തിന് പിന്നിലുള്ള കാരണം എന്തെന്നറിഞ്ഞ ജ്യോതിക്കും ആകെ വിഷമമാകുന്നു. ഈ സമയത്ത് ജീവൻ നേരത്തെ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത മുത്തു എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് എത്തുന്നു. അയാളുടെ വീടിന്റെ സൈഡിലായി ബുള്ളറ്റ് പാർക്ക് ചെയ്തിട്ട് മുത്തു എന്ന് വിളിച്ചു. ഉടനെ തന്നെ തന്റെ കയ്യിൽ ഒരു പാമ്പിന്റെ കൂടുമായിട്ട് വേഗം പാമ്പും കൊട്ടയുമായി അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് അയാൾ വേഗം ജീവന് നേരെ നീട്ടി. ഇതാണ് സാറേ ഞാൻ പറഞ്ഞത്, ഇവന് ഒന്ന് ആളെ നോക്കി ഒന്ന് വെറുതെ ഒന്ന് ചീറ്റ് ചെയ്യാൻ മതി, അതോടെ ആള് കാലിയാകും. അതെ, ഒരു കാര്യം എനിക്ക് സാറിനോട് പറയാനുള്ളൂ, ഇതിന്റെ പേരിൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത് സാർ എന്ന് അയാൾ അറിയിച്ചു. അത് കേട്ടതോടെ ജീവൻ പറഞ്ഞു, ഇല്ല മുത്തു, ഇതിന്റെ പേരിൽ നിനക്കൊരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ തന്റെ കയ്യിൽ അയാൾക്ക് കൊടുക്കാനായി കൊണ്ടുവന്ന ആ പണം അയാളുടെ കയ്യിലേക്ക് നീട്ടുന്നു. അത് വാങ്ങിച്ച് അയാൾ അകത്തേക്ക് പോകുമ്പോഴേക്കും ജീവൻ ആ കൂടയുമായി തന്റെ ബൈക്കിനരികിലേക്ക് എത്തുന്നു. ഒന്നുകൂടി ജീവൻ അതിന്റെ മൂടയൊക്കെ മാറ്റി അതിനെ തന്നെ നോക്കി മനസ്സിൽ മറ്റൊരു ദുഷ്ടചിന്താഗതി ഉറപ്പിച്ചുകൊണ്ട് ദുഷ്ടലാക്കോടെ മറ്റെന്തൊക്കെയോ ആലോചിച്ച് പുഞ്ചിരിയോടെ ജീവൻ നിൽക്കുന്നു.